ഹലോ ഗൈസ്, നമ്മളും ചെറുപ്പിന് പോവാട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് കാല് കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നൂണ്ടി കയറി ഗോസ്റ്റ് ഹൗസിന്റെ ഒക്കെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നപ്പോഴേക്കും ജയന്റ് വീൽ, അവിടെയാണ് നമുക്ക് പ്രധാനമായിട്ടും കയറേണ്ടത്. ട്രാവലിൽ തന്നെ കയറ്റിയില്ല കേട്ടോ. അവിടെ നമ്മൾ ജയന്റ് വീലിന്റെ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ജയന്റ് വീലിൽ കയറാൻ പോകും. അവിടെ എത്തിയപ്പോഴേക്കും അവിടെ നമ്മൾ ആ ഒരു സ്പീഡൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അവർ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത്ര രസമായിട്ട് സ്പീഡിൽ പോണില്ല. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, കയറി. നമുക്ക് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൗരിയൊക്കെ അവിടെ പേടിച്ചിരിക്കുവാണെന്ന് എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുന്നു. മുകളിൽ നമ്മൾ താരത്തിലുള്ള വിഷ്വൽ അടിപൊളിയാണ്. ഡ്രാഗനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണെങ്കിൽ എനിക്ക് അതിനകത്ത് കയറാനാണ് തോന്നുന്നത്. അവിടെ നിന്ന് അത്യാവശ്യം നിലവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ജയന്റ് വീലിൽ കയറുന്ന ഒത്തിരി ആൾക്കാരും അധികം നിലവിളിക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കിടന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാണുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ചിരി വന്നിട്ട് പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഞാനും എൻ്റെ അമ്മയും കൂടെ ഗൗരിയോടെ കിടന്ന് കാർത്തിനാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ജയന്റ് വീലിൽ കയറിയപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണം. എനിക്കധികം ഒന്ന് ഫീൽ ചെയ്തില്ല. ജയന്റ് വീലിൽ എനിക്ക് ചിരിയായിരുന്നു. പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയാം. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡ്രാഗണിലോട്ടല്ല കേട്ടോ, നമ്മളങ്ങനെ ഒരു കറങ്ങുന്ന കാറിലോട്ടാണ് കയറുന്നത്. കറങ്ങുന്ന കാറിൽ ആ ഒരു ഏരിയയിൽ അങ്ങനെ നമ്മളൊരു കാറിലെത്തി. വേറൊന്നുമല്ല, BMW. അങ്ങനെ BMW കാറിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അവിടെ നിന്ന് കറങ്ങി വന്നിരിക്കുന്നു. പിന്നെ അമ്പലവെളിയിലേക്ക് പോയിട്ട് അമ്പലമുറ്റത്ത് പോയിരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുവാണ്. പരിപാടിയൊന്നും ഇന്ന് തുടങ്ങിയിട്ടില്ല. ഇന്ന് നൃത്യങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു വെളിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം കുറച്ച് നേരം ആൽത്തറയിലൊക്കെ പോയിരുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങി ഒരു ബബിളൊക്കെ വാങ്ങി നമുക്ക് ഇത്തിരി സന്തോഷം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു കരിക്കിച്ചേക്കൊക്കെ കുടിച്ചു. അടിപൊളിയാണ്. ടാറ്റാ.